Hello students, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് എന്ന് പറയാൻ നോക്കാം. നിങ്ങളത് ഓൾറെഡി ചിലപ്പോൾ +2 പഠിച്ചിട്ടുണ്ടാവും. സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ്, ഇൻക്രീസിങ്, ഡിക്രീസിങ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അത് നമുക്കൊന്നുകൂടെ നോക്കാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇൻറ്റർവൽ I and let x1 and x2 be any two points in I. F increases on I if x1 less than x2 implies f of x1 less than f of x2. അപ്പോൾ x1 less than x2 ആണ് എങ്കിൽ f of x1 less than f of x2 എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ പോയിന്റ്സ് ചെറുതാവുമ്പോൾ ഫംഗ്ഷൻസും കറസ്പോണ്ടിംഗ്ലി അതിനേക്കാളും ചെറുതായിട്ട് വരണം. പോയിന്റ്സ് വലുതാവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂം കറസ്പോണ്ടിംഗ്ലി വലുതായിട്ട് വരുന്നു. അങ്ങനെയാണ് എങ്കിൽ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എന്ന് പറയാം. And f decreases or decreasing on I if x1 less than x2 implies f of x2 less than f of x1, f of x2 less than f of x1. Okay. Points വലുതായി വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ചെറുതായി വരുന്നു. Okay. A function that is increasing or decreasing on I is called a monotonic function on I. അപ്പോൾ ഇൻക്രീസിങ്ങിൻ്റെയും ഡിക്രീസിങ്ങിൻ്റെയും ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആണ് എങ്കിൽ ഏതെങ്കിലും ഒന്നായാൽ ആ ഫംഗ്ഷനെ നമ്മൾ മൊണോട്ടോണിക് ഫംഗ്ഷൻ എന്നാണ് കോമൺ ആയിട്ട് പറയുക. രണ്ടും കൂടെ ചേർത്തിട്ട് മൊണോട്ടോണിക് ഫംഗ്ഷൻ എന്നാണ് പറയുക. ഓക്കെ, രണ്ട് ഡെഫിനേഷനും മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം ഇവിടെ റിമാർക്കായിട്ട് പറയുന്നത്, അത് നിങ്ങളൊന്ന് ഓർത്തിരുന്നാലും മതിയാവും. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോഴാണ് ഇത് ഈ ചിഹ്നം ലെസ് ദാൻ എന്നുള്ള ചിഹ്നം സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻക്രീസിംഗ് എന്നും എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആണെങ്കിൽ ഡിക്രീസിങ്ങും സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഡിക്രീസിങ്ങും, അതുമാതിരി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇൻക്രീസിങ്ങും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇൻക്രീസിങ്ങും ഒക്കെ പറയാറുണ്ട്. ആ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചിഹ്നം യൂസ് ചെയ്തിട്ട്, അതില്ലാത്തത് സ്ട്രിക്ട്ലി, ഉള്ളത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എന്നുള്ള രീതിയിൽ. അപ്പം അത് ഈ നമ്മുടെ ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, വ്യത്യാസപ്പെടുത്തിയിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഡിക്രീസിങ് തന്നെയാണ് പഠിക്കാനായിട്ടുള്ളത്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൻ്റെ ഡെഫിനേഷനിൽ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ decreases on -∞, 0 and increases on 0, infinity. y equal to x സ്ക്വയറിന്റെ പിക്ചർ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. പരാബോളയാണ് ഇത് വരുന്നത്, ഓപ്പണിംഗ് അപ്വേർഡ് ആയിട്ടുള്ള പരാബോളയാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഗ്രാഫ്, ഓപ്പണിംഗ് അപ്വേർഡ് ആയിട്ടുള്ള പരാബോള. അത് നോക്കിയാൽ -∞ to 0 എന്നുള്ള ഇന്റർവെല്ലിൽ അതിങ്ങനെ താഴ്ന്ന് 0യിലേക്ക് വരികയാണ്, താഴ്ന്നു വരികയാണ് അല്ലേ. അപ്പം അത് ഡിക്രീസിങ് ആണ്. കാരണം പോയിന്റ്സിന്റെ വാല്യൂ വലുതായി വരും തോറും ഫംഗ്ഷന്റെ വാല്യൂ ചെറുതായി വരുന്നു. എഫ് ഓഫ് x2 ലെസ് ദാൻ എഫ് ഓഫ് x1, x1 ലെസ് ദാൻ x2 ആണ്, പക്ഷേ എഫ് ഓഫ് x2 ലെസ് ദാൻ എഫ് ഓഫ് x1 ആണ് അല്ലേ. അപ്പം ആ ഫംഗ്ഷൻ -∞ 0 എന്നുള്ള ഇന്റർവെല്ല് ഡിക്രീസിങ് ആണ്. 0 ∞ എന്നുള്ള ഇന്റർവെല്ലോ അത് റൈസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് അല്ലേ. x1 ലെസ് ദാൻ x2 ആകുമ്പോൾ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണ്. അപ്പോൾ ആ ഇന്റർവെൽ അത് ഇൻക്രീസിങ് ആണ്. ഓക്കെ, അപ്പോൾ ദ ഫംഗ്ഷൻ എഫ് ഈസ് മൊണോട്ടോണിക് ഓൺ -∞ 0 ആൻഡ് 0 ബട്ട് ഇറ്റ് ഈസ് നോട്ട് മൊണോട്ടോണിക് ഓൺ -∞. കാരണം എന്താ? നോട്ടീസ് ദാറ്റ് ഓൺ ദ ഇന്റർവെൽ -∞ 0 the tangents have negative slopes. So the first derivative is always negative. Therefore 0 the tangents have positive slopes and the first derivative is ഒബ്സർവേഷൻസ്. അപ്പോൾ സെപ്പറേറ്റ് രണ്ട് ഇന്റർവെൽ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ അത് മൊണോട്ടോണിക് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് ഒരുമിച്ച് -∞ എന്നുള്ള ഇന്റർവെൽ എടുത്താൽ അവിടെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അത് മൊണോട്ടോണിക് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇന്റർവെല്ലിൽ അതിന് ഏതെങ്കിലും ഒരു സ്വഭാവമായിരിക്കണം. ഒരു ഇന്റർവെൽ എടുക്കുമ്പോൾ അതിൽ ഒരൊറ്റ സ്വഭാവമേ ഫംഗ്ഷൻ കാണിക്കാവൂ. ഒന്നില്ലെങ്കിൽ അത് ഇൻക്രീസിങ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഡിക്രീസിങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് മൊണോട്ടോണിക് എന്ന് പറയാം. രണ്ടും കൂടി അറ്റ് എ ടൈം വരികയാണെങ്കിൽ നമുക്കത് മൊണോട്ടോണിക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സെപ്പറേറ്റ് ഹാഫ് ഓപ്പൺ ഇന്റർവെൽസിൽ അത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആയതുകൊണ്ട് നമുക്കത് മൊണോട്ടോണിക് എന്ന് പറയാം. മൊത്തത്തിൽ -∞ എന്നുള്ള ഇന്റർവെൽ എടുക്കുമ്പോൾ നമുക്കത് മൊണോട്ടോണിക് എന്ന് പറയാനായിട്ട് പറ്റില്ല. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു തിയറാണ്. തിയറം പറയുന്നതാണ്, സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി and differentiable on open interval AB
And if f dash of x greater than 0 for each of x belongs to open interval AB, then f is increasing on closed interval AB. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എല്ലാ പോയിന്റ്സിലും ഓരോ പോയിന്റ്സ് എടുക്കുമ്പോഴും അവിടെയൊക്കെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയാം. കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ കേസിൽ മാത്രം ട്ടാ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ 0 implies f is increasing on closed interval a b. And first derivative less than 0. First derivative less than 0 at each point of open interval a b, then f is decreasing on closed interval a b. First derivative less than 0 ആണെങ്കിൽ f ഡിക്രീസിംഗ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ പ്രൂഫ് നോക്കാം അതിൻ്റെ. ലെറ്റ് x1 and x2 be 2 points in AB, closed interval AB with x1 less than x2. x1 ചെറുതും x2 വലുതുമാണ്. Then the mean value theorem. To f apply ചെയ്താൽ, കാരണം f ഓൾറെഡി കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി എന്ന് കിട്ടും. അതിൽ x2 മൈനസ് x1 ഈ സൈഡിലേക്ക് എടുത്തു. ഫോർ സം c between x1 and x2. The sign of the right hand side of the equation 1 is same as the sign of f dash of c because x2 minus x1 is positive. അപ്പോൾ x1 ചെറുതും x2 വലുതുമാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ x1 ചെറുതും x2 വലുതുമാണ്. അപ്പോൾ x2 മൈനസ് x1 ചെയ്താൽ നമുക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ ടേം x2 മൈനസ് x1 എന്നുള്ള ടേം പോസിറ്റീവാണ്. അപ്പോൾ ഈ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ സൈൻ എന്താണോ അത് തന്നെയായിരിക്കും ഈ സൈഡിലെയും സൈൻ. അതിലിപ്പോൾ ഈ ക്വാണ്ടിറ്റി പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ സൈൻ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് എഫ് ഡാഷ് ഓഫ് സിയുടെ സൈൻ നോക്കിയാൽ മതി. ഇതെന്തായാലും പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതും നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതും പോസിറ്റീവ് ആവും. ഓക്കെ, പ്രൊഡക്റ്റ് റൂള്, സൈൻസിൻ്റെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സിയുടെ സൈൻ അറിഞ്ഞാൽ നമുക്ക് എൽ എച്ച് എസിൻ്റെയും സൈൻ അറിയാം. ഓക്കെ, അപ്പോൾ therefore f of x2 is greater than f of x1 if f dash is positive on AB, and f of x2 is less than f of x1 if f dash is negative on AB. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് നമുക്ക് എഫ് ഓഫ് x1 ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതാം? എഫ് ഓഫ് x2 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x1 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് x2 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x1. എഫ് ഓഫ് x2 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x1 മീൻസ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2. അപ്പോൾ എന്തായി? ഇൻക്രീസിങ്ങിൻ്റെ ഡെഫിനേഷനായി അല്ലേ? അതുപോലെ ഇത് ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കും. എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഈസ് ലെസ് ദാൻ 0 എന്ന് എഴുതാം. അതിൽ എഫ് ഓഫ് x1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് എഫ് ഓഫ് x2 ലെസ് ദാൻ എഫ് ഓഫ് x1 എന്ന് കിട്ടും. എഫ് ഓഫ് x2 ലെസ് ദാൻ എഫ് ഓഫ് x1 മീൻസ് ഡിക്രീസിങ്ങിൻ്റെ ഡെഫിനേഷൻ അല്ലേ? അപ്പോൾ ഇറ്റ് ഡിക്രീസസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് തിയറത്തിൻ്റെ പ്രൂഫ് വരുന്നത്. സിമ്പിൾ പ്രൂഫാണ് മീൻ വാല്യൂ തിയറം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, വീണ്ടും എക്സ് സ്ക്വയറിൻ്റെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കുക കേട്ടോ. ഈ തിയറം വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ് എടുത്തിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിറ്റർമിനിങ് ദ ഇൻ്റർവെൽസ് where the function is increasing or decreasing. അപ്പോൾ എവിടെയൊക്കെയാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക, എവിടെയൊക്കെയാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുക എന്നെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്തത്. ഫൈൻഡ് ഓൾ ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ആദ്യം ചെയ്തത് നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ തിയറം പറഞ്ഞത്. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർവെൽ തന്നിട്ട് അത് അല്ലെങ്കിൽ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് തന്നിട്ട് എവിടെയൊക്കെയാണ് ഈ ഫംഗ്ഷൻ, ഏതൊക്കെയാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നത്, എവിടെയൊക്കെയാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്നത്, അത്തരത്തിലുള്ള പ്രോബ്ലംസ് എപ്പോഴും നമ്മളോട് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്നത്, എവിടെയൊക്കെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തത്, ആ പോയിന്റ്സ് കണ്ടുപിടിക്കാം. Use these values of x to partition the domain of f into open intervals. എന്നിട്ട് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക.
എന്നിട്ട് ഈ പോയിന്റ്സ് എക്സ് ആക്സിസിനെ മാർക്ക് ചെയ്ത് ആ എക്സ് ആക്സിസിനെ പാർട്ടീഷൻ ചെയ്യുക. അത് ഞാൻ പ്രോബ്ലത്തിൽ കാണിച്ചു തരാം, സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സ് ആക്സിസിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യും. എന്നിട്ട് select a test number c in each interval found in step 1 and determine the sign of f dash of c in that interval. എന്നിട്ട് ഇതിപ്പോൾ പാർട്ടീഷൻ ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്. ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് വെച്ചിട്ട് നമ്മുടെ ആക്സിസ് തന്നിരിക്കുന്ന ഡൊമൈനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ പാർട്ടീഷനിലും ഏതെങ്കിലും ഓരോ പോയിന്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് എഫ് ഡാഷ് ഓഫ് സിയുടെ വാല്യൂ, ആ സി ആണ് നമ്മൾ സെലക്ട് ചെയ്ത പോയിന്റ്, അവിടെ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം ചെക്ക് ചെയ്യാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ അത് ചെക്ക് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓൺ ദാറ്റ് ഇന്റർവൽ. എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ സീറോ ആണ് എങ്കിൽ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് ഓൺ ദാറ്റ് ഇന്റർവൽ. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു സീറോ ആണ് എങ്കിൽ ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ് ഓൺ ദാറ്റ് ഇന്റർവൽ. അങ്ങനെയാണ് നമ്മുടെ ഒബ്സർവേഷൻ വരുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ ഗ്രാഫ് വരച്ചിട്ടില്ല. ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലംസ് വരുന്നുണ്ട്, അപ്പോൾ അത് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യാം. Is x raised to 5 minus x cube minus 2x square increasing or decreasing at x equal to minus 2? മൈനസ് 2 അത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളോട് ഇന്റർവെൽ ഏതെന്നോ ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇത് തിയറം യൂസ് ചെയ്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇതാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് മൈനസ് 2 ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം നോക്കുക, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് എഫ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് 2 എന്നുള്ളത് പറയാം. സിമ്പിൾ ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. അടുത്തത് the temperature at a time t is given by f of t is equal to t plus 1 by t minus 1 for t less than 1. Is it getting warmer or colder at t equal to 0? വാമർ ഓർ കോൾഡർ എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് ടി തന്നിരിക്കുന്നത് ടി പ്ലസ് 1 ബൈ ടി മൈനസ് 1 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടാതെ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോഷ്യൻ റൂൾ യൂസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ -2 ബൈ ടി മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടിയത്. ഇനി അറ്റ് സീറോയിൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസിങ് ആണ് എങ്കിൽ വാമർ ആയിക്കൊണ്ടിരിക്കും, ഡിക്രീസിങ് ആണ് എങ്കിൽ കോൾഡർ ആയിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ സിറ്റുവേഷൻ. അപ്പോൾ ടി ഈക്വൽ ടു സീറോയിൽ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഇവാലുവേറ്റ് ചെയ്യാം. ടി ഈക്വൽ ടു സീറോയിൽ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് സീറോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുക? -2 ആണ് കിട്ടുക. അപ്പോൾ ഡിക്രീസിങ് ആണ്, ടെമ്പറേച്ചർ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് കോൾഡർ അല്ലെ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, അതുകൊണ്ട് ഇറ്റ് ഗെറ്റ്സ് കോൾഡർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ഇന്റർവൽ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 6 ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്? ഇതാണ് ഞാൻ പറഞ്ഞ ടൈപ്പ് പ്രോബ്ലം. ശരിക്കും ഇത് ഗ്രാഫ് വരച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ ഗ്രാഫ് വരച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള പ്രോബ്ലംസിലൊക്കെ ഗ്രാഫ് വരച്ച് വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ. ശരിക്കും അതാണ് ശരിയായ രീതി. ഇങ്ങനെ ജസ്റ്റ് എഴുതി കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഇത് നോക്കാം നമുക്ക്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇത് മുഴുവൻ എക്സ് ആക്സിസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇത് ഇൻക്രീസിങ് ആകുന്നത് ഡിക്രീസിങ് ആകുന്നതെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഫ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്തു 3x² മൈനസ് 2. അടുത്തത് ക്രിട്ടിക്കൽ പോയിന്റ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് ഈക്വൽ ടു 0 ആകുന്നതും ലെസ് ദാൻ 0 മീൻസ് അൺഡിഫൈൻഡ് ആകുന്നതുമായ പോയിന്റ്സ് ഏതാന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ അത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആകുന്നത് എവിടെ, ഇത് ലെസ് ദാൻ 0 ആകുന്നത് എവിടെയെന്ന് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. നമുക്ക് മറ്റേ ടൈപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഈ മെത്തേഡിൽ തന്നെ നോക്കിയാലും മതിയാവും. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 3x² മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0 ആവണം. അപ്പോൾ 2നെ ആദ്യം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, പിന്നെ 3യെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ x² ഗ്രേറ്റർ ദാൻ 2/3 എന്ന് കിട്ടും. അതിൽ നിന്ന് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ x ഗ്രേറ്റർ ദാൻ 2/3 എന്ന് കിട്ടും. x ഗ്രേറ്റർ ദാൻ റൂട്ട് 2/3 എന്ന് കിട്ടും. x ഗ്രേറ്റർ ദാൻ റൂട്ട് 2/3 ഓർ x ലെസ് ദാൻ മൈനസ് റൂട്ട് 2/3. അതാണ് നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ രണ്ട് ഇൻഇക്വാളിറ്റീസ് കിട്ടുക. x ഗ്രേറ്റർ ദാൻ റൂട്ട് 2/3 ആൻഡ് x ലെസ് ദാൻ മൈനസ് റൂട്ട് 2/3. രണ്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ രണ്ടെണ്ണം വരുമല്ലോ, പ്ലസ് എക്സും വരും മൈനസും വരും. അപ്പോൾ ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെല് എക്സ് ഗ്രേറ്റർ ദാൻ റൂട്ട് 2/3 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ റൂട്ട് 2/3 ഇൻഫിനിറ്റി ആണ് ഒരു ഇന്റർവെല് വരിക.
എക്സ് ലെസ് ദാൻ -√2/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -∞ -√2/3 ആണ് അടുത്ത ഇന്റർവെൽ വരിക. ഓക്കെ,